ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് അഫ്ക്യാറ്റ് 2019 ആണ്. Vibhul took a loan of rupees 10,000 from a bank at 10% compound interest, compounded annually. He paid 3 annual installments, rupees 1,000 each. What amount he need to pay in the 4th year in order to disburse the loan? ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. കാൽക്കുലേഷൻസ് ഞാൻ പറയുന്നില്ല, കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതലുള്ള ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി തരാം. അതായത് ഇവിടെ നോക്കിയേ, ഇനീഷ്യലി 10,000 എടുത്തു, ലോൺ എടുത്തു അല്ലേ, ശരിയല്ലേ? 10,000 ലോൺ എടുത്തു. ഒരു വർഷം കഴിഞ്ഞു, 1 ഇയർ ആണ് കേട്ടോ, 1 ഇയർ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് എമൗണ്ട് കൂടിയിട്ടുണ്ടാവുമല്ലോ. കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എവ്രി ഇയർ ദ എമൗണ്ട് ഈസ് അപ്ഡേറ്റഡ് അല്ലേ. എത്ര അടച്ചു? അടച്ചത് എത്രയാണ്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1,000 അടച്ചു. 1,000 പെയ്ഡ് ആണ് കേട്ടോ, പെയ്ഡ് ആണ്, കേട്ടല്ലോ. ഇത് പെയ്ഡ് ആണ്, ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കാം, പെയ്ഡ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞു, പിന്നെ വീണ്ടും ഒരു 1,000 പെയ്ഡ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞു, വീണ്ടും ഒരു 1,000 പെയ്ഡ്. അങ്ങനെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചിട്ടുണ്ട് ഞാൻ. പെയ്ഡ് ആണ്, പെയ്ഡ്. ക്ലിയർ ആയല്ലോ? തുടക്കത്തിൽ 10,000 എടുത്തു, അപ്പം തന്നെ അടക്കില്ല, അറിയാലോ. ഒരു വർഷം കഴിഞ്ഞിട്ട് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എടുത്ത ഉടനെ തന്നെ അടക്കില്ലല്ലോ. 10,000 എടുത്തു ബാങ്കിൽ നിന്ന്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1,000 അടച്ചു, അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 1,000, പിന്നെ ഒരു 1,000, അങ്ങനെ അടച്ചു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് എമൗണ്ട് ഡസ് ഹി നീഡ് ടു പേ ഇൻ ദ 4th ഇയർ ഇൻ ഓർഡർ ടു ഡിസ്പേഴ്സ് ദ ലോൺ. അപ്പോൾ 4th ഇയർ, ഇത് 1st ഇയർ, 2nd ഇയർ, 3rd ഇയർ അല്ലേ. ഒരു വർഷം കൂടി കഴിയട്ടെ അല്ലേ, ഒരു വർഷം കൂടി, 1 more ഇയർ. ഇവിടെ സെറ്റിൽ ചെയ്യണം, മനസ്സിലായല്ലോ? എത്ര എക്സ് എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യാമല്ലേ, എക്സ് പേ ചെയ്യണം, എക്സ് ടു ബി പെയ്ഡ്. സോ ദാറ്റ് 10 വർഷം കഴിയുമ്പോൾ ഈ 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലേ, 10 വർഷം എടുത്തു, 4 വർഷം കൊണ്ട് അത് എമൗണ്ട് കൂടിയിട്ടുണ്ടാവുമല്ലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ആ എമൗണ്ട് എന്തായാലും കൂടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ലാസ്റ്റ് ഇയർ, 4ാമത്തെ വർഷം എത്ര എമൗണ്ട് അടച്ചാലാണ് ഇത് സെറ്റിൽ ആവുക? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആകെ ഈ 10,000 എത്രയായി മാറും? നമുക്ക് അങ്ങനെ ചെയ്യാം. 4 വർഷം കഴിയുമ്പോൾ 10,000 എന്തായി മാറും അല്ലേ? 10,000 ബിക്കംസ്, ഞാൻ അങ്ങനെ എഴുതാം, 10,000 ബിക്കംസ് after 4 years 10,000 into 1 plus annual interest 10 ആണ് അല്ലേ. 10/100 raised to 4 ആണ്. ഇത്രയായി മാറിയിട്ടുണ്ടോ? മനസ്സിലായല്ലോ? ഇത് കുറച്ച് കാൽക്കുലേഷൻസ് ഉള്ള പ്രോബ്ലം ആണ്. ഞാനിവിടെ കാൽക്കുലേഷൻസ് ഡിസ്കസ് ചെയ്യണില്ല, പക്ഷെ നിങ്ങൾക്കത് ചെയ്തു നോക്കാം. അതൊക്കെയാണല്ലോ. 10,000 നമ്മൾ എടുത്തു, ബാങ്കിൽ നിന്ന് എടുത്തു, 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് അല്ലേ. ഈ ഡയഗ്രാം വരച്ചപ്പോൾ മനസ്സിലായി കാണുമല്ലോ, 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സെറ്റിൽ ആവുന്നത്. ആ 4ാമത്തെ വർഷമാകുമ്പോൾ ഈ 10,000 വാല്യൂ മാറിയിട്ടുണ്ടാവുമല്ലോ. 10,000 into 1 plus 10/100 raised to 4 ആയിട്ടുണ്ടാവും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയായിട്ടുണ്ടാവും. ഇത് നമ്മൾ സെറ്റിൽ ചെയ്യാണ് അല്ലേ. നമ്മൾ 1,000 അടച്ചു, അതും മാറുമല്ലോ അല്ലേ, അതും അപ്ഡേറ്റ് ചെയ്യണമല്ലോ അല്ലേ. നമ്മൾ 1,000 അടച്ചു, 3 വർഷം കൊണ്ട് അതിൻ്റെ വാല്യൂ അതേ ഇൻട്രസ്റ്റിലാണ് അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 1,000 അടച്ചു അല്ലേ, 1,000. മനസ്സിലായല്ലോ? ആദ്യത്തെ 1,000 അല്ല, ഫസ്റ്റ് 1,000 എന്ന് എഴുതാം അല്ലെ. ഫസ്റ്റ് 1,000 ബിക്കംസ്, ഫസ്റ്റ് 1,000 ഈ 4ാമത്തെ വർഷം നമ്മൾ സെറ്റിൽ ചെയ്യുന്ന സമയമാകുമ്പോൾ 1,000 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. 1,000 into ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. 10/100 raised to 3 ആണ്. നമ്മൾ എടുക്കുന്നത് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ പോരല്ലോ, കൊടുക്കുന്നതും അപ്ഡേറ്റ് ആവണമല്ലോ. അപ്പോൾ നമ്മൾ 1,000 ഇവിടെ വെച്ച് ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് 3 വർഷം കൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്ത് 1,000 into 1 plus 10/100 raised to 3 ആയിട്ടുണ്ടാവും. കാരണം ഒരു 3 വർഷത്തെ പീരീഡ് അവിടെ വന്നിട്ടുണ്ട്, 3 വർഷത്തെ ഒരു പീരീഡ് വന്നിട്ടുണ്ട് അല്ലേ. സെറ്റിൽ ചെയ്യുന്ന സമയം ഇവിടെയാണ് സെറ്റിലിംഗ്. ഓക്കെ. അതിന് 2ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും? 1,000 അടയ്ക്കുകയാണ് അല്ലേ. 2ാമത്തെ 1,000 അടച്ചു, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ 2 വർഷം സമയം അത് ബാങ്കിലുണ്ടല്ലോ, അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം. അപ്പോൾ അതിൻ്റെ വാല്യൂ 1,000 into 1 plus 10/100 raised to 2 വരും. ശരിയല്ലേ? 2 വർഷം കൊണ്ട് അത് ഇത്രയും വാല്യൂ ആയി മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ 3ാമത്തെ 1,000
മൂന്നാമത് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ 1000. അത് എത്രയായിട്ടുണ്ടാവും? 1000 ഇൻറ്റു 1 + 10/100 റേസ്റ്റ് 1 ആയിട്ടുണ്ടാവും. കാരണം മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് അടച്ചു, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വർഷം സമയം മാത്രമേ അത് ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫൈനൽ എമൗണ്ട് 1000 ഇൻറ്റു 1 + 10/100 റേസ്റ്റ് 1 ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പോൾ ഇതെല്ലാം മൈനസ് ചെയ്യുക അല്ലേ, അതായത് ഇതെല്ലാം ആഡ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ഇല്ലേ 10,000 ഇൻറ്റു 1 + 10/100 റേസ്റ്റ് 4, അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് സെറ്റിൽ ചെയ്യേണ്ട ഇനി എക്സ്ട്രാ എത്ര എമൗണ്ട് അടയ്ക്കണം, എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ ഫൈനൽ ആൻസർ എഴുതുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മെത്തേഡ് ക്ലിയർ ആയാലോ? ആൻസർ എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതില്ലേ, ഇതാണ് ഫൈനൽ എമൗണ്ട്. നമ്മളെടുത്ത ലോണ് എമൗണ്ട് ഇത്ര ആയിട്ടുണ്ടാവും, ടിക്ക് ചെയ്തതില്ലേ അതായിട്ടുണ്ടാവും. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? നമ്മൾ അടച്ച ഇൻസ്റ്റാൾമെൻ്റ് എല്ലാം 4 വർഷം കഴിയുമ്പോൾ ഇത്രയായിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇത്രയായിട്ടുണ്ടാവും 4 വർഷം കഴിയുമ്പോൾ. അത് നമ്മൾ ഈ ടോട്ടലില്ലേ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ ഇനി എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കിക്കോളൂ. ഇത് ആഡ് ചെയ്യുക, ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യുക. കുറച്ച് സമയം എടുക്കുന്നതാണ്, മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റും അല്ലേ. 1.1 ക്യൂബ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാനിവിടെ ആൻസർ എഴുതി വെക്കാം. ആൻസർ 11,000 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. കേട്ടല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് അഫ്ക്യാറ്റ് 2018 ആണ്. ഇത് ഒരു ഫോർമുല വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഡിപ്രീസിയേഷനാണ്. എന്താ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാറ് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, ഓരോ വർഷം ചെല്ലും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും അല്ലേ. ഇപ്പം ഞാനൊരു കാറ് വാങ്ങിച്ചു, 5 വർഷം കഴിയുമ്പോൾ എടുത്ത പ്രൈസിന് എനിക്ക് വിൽക്കാൻ പറ്റില്ല അല്ലേ. അതിൻ്റെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഡിപ്രീസിയേഷൻ എന്നാണ് പറയുക. അതുപോലെ ലാപ്ടോപ്പ് ആയാലും എന്ത് പ്രോഡക്റ്റ് ആയാലും ഓരോ വർഷം ചെല്ലും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. മനസ്സിലായാലോ? നമ്മളതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ഫോർമുല ഞാനിവിടെ എഴുതാം, ശ്രദ്ധിച്ചിരിക്കുക. ഇനീഷ്യൽ വാല്യൂ അതായത് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ കാറിൻ്റെ പ്രൈസ്, അതാണ് ഇനീഷ്യൽ വാല്യൂ, പി ആണ്. ഡിപ്രീസിയേഷൻ റേറ്റ് ഫോർമുല ഇവിടെ എഴുതാം. ഓക്കെ, ഡിപ്രീസിയേഷൻ റേറ്റ് R% ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ R തന്നെ എഴുതാം അല്ലേ. അതായത് ആദ്യത്തെ വർഷം R% കുറഞ്ഞു, അടുത്ത വർഷം കുറഞ്ഞ ലേറ്റസ്റ്റ് എമൗണ്ടിൻ്റെ R% കുറഞ്ഞു. അങ്ങനെ R% വെച്ചിട്ട് ഓരോ വർഷം ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ്. നമ്പർ ഓഫ് ഇയേഴ്സ് n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല, ഫൈനൽ വാല്യൂ അല്ലേ, ഫൈനൽ എമൗണ്ട് അല്ല, ഫൈനൽ വാല്യൂ കാണാനുള്ള ഫോർമുല നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം. 1 - R/100 റേസ്ഡ് ടു എന്ന് എഴുതണം. ആ ഒരു വ്യത്യാസം മാത്രം നോട്ട് ചെയ്യുക. പ്ലസ് അല്ല മൈനസ്. ഇവിടെ കുറഞ്ഞു വരുന്നു, മറ്റേടത്ത് കൂടി വരുന്നു. അപ്പോൾ ഫൈനൽ വാല്യൂ കാണാനുള്ള ഫോർമുല എന്താണ്? മറക്കില്ലല്ലോ, P × 1 - R/100 റേസ്ഡ് ടു n ആണ്. ബൈ ഹാർട്ടാക്കി വെക്കുക. ഇതാണ് ഡിപ്രീസിയേഷൻ വാല്യൂ. നമുക്ക് ഈ ക്വസ്റ്റിലോട്ട് തിരിച്ചു വരാം. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിലോട്ട് തിരിച്ചു വരാം. The value of a laptop depreciates every year 25%. അപ്പോൾ R എന്ന് പറഞ്ഞാൽ 25. The value of the laptop after 2 years അല്ലേ, 2 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലേ, 2 വർഷം കഴിഞ്ഞിട്ടാണ്. എത്രയാണ്? 27,000 ആണ്. Then what is the present price? If the value of the laptop after 2 years, 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് ഫൈനൽ എമൗണ്ട്. ഞാൻ ഫൈനൽ വാല്യൂ എന്ന് എഴുതിയത് ഓർമ്മയുണ്ടല്ലോ, അതാണ് 27,000. എത്ര ഇയർ ആണ്? 2 ഇയർ. ഫൈനൽ വാല്യൂ. അപ്പോൾ P ആണ് ക്വസ്റ്റ്യൻ, ഇനീഷ്യൽ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ നോക്കിയേ അല്ലേ. 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഇതാണ്. അപ്പോൾ ഇപ്പോഴത്തെ എമൗണ്ട് എത്രയാണ്? ഇപ്പോഴത്തെ എമൗണ്ടിന് P എന്ന് പറയും. 2 വർഷം കഴിയുമ്പോൾ ആണല്ലോ ഫൈനൽ എമൗണ്ട്, അതാണ് 27,000. അപ്പോൾ നമ്മൾ ഫൈനൽ വാല്യൂ കാണാനുള്ള ഫോർമുല, ഞാൻ വേണമെങ്കിൽ ആ ഫോർമുല ഒന്നുകൂടി എഴുതാം.
ഫൈനൽ വാല്യൂ കാണാനുള്ള ഫോർമുല എന്താണ്? പി ഇൻറ്റു 1 മൈനസ് ആർ ബൈ 100 റേസ് ടു n ആണ്. ഈ ഫോർമുല ബൈ ഹാർട്ട് ആണല്ലോ. ഫൈനൽ വാല്യൂ 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്. ഫൈനൽ വാല്യൂ 27,000. പി എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂ പി, 2 വർഷം കഴിഞ്ഞിട്ടുള്ളത് 27,000. ക്ലിയർ ആയല്ലോ. ഇൻറ്റു 1 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ 25/100 റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണല്ലേ. അപ്പോൾ പി ഇൻറ്റു ഇതൊന്ന് കാൽക്കുലേഷൻ പറയണ്ടല്ലോ. 1 മൈനസ് 1/4 ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. 1 മൈനസ് 1/4 3/4 ആണ്. 3/4 സ്ക്വയർ അല്ലേ. ശരി, 1 മൈനസ് 1/4 3/4 3/4 സ്ക്വയർ 9/16 വരും. അപ്പോൾ പി ഈക്വൽ ടു 27,000 ഇൻറ്റു 16/9 വരും അല്ലേ. ശരിയാണല്ലോ. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ കാൽക്കുലേഷൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് 9/16 അങ്ങോട്ട് പോയപ്പോൾ 16/9 ആയതാണ്. ആൻസർ എഴുതി വെക്കാം. ഇതിൻ്റെ ആൻസർ 48,000 ആണ്. ഇപ്പോഴത്തെ വാല്യൂ 48,000 ആണ്. 2 വർഷം കഴിയുമ്പോൾ ഉള്ള വാല്യൂ 27,000 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് നമുക്ക് ഓൾറെഡി ചെയ്തതാണോ? അല്ല, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇത് അഫ്കാറ്റ് 2018 ആണ്. അഫ്കാറ്റ് 2018. എ സം ഓഫ് ₹15,000 deposited at compound interest becomes double after 4 years. How much will be after 16 years? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് സം 15,000 ആണ്. നമുക്കതിനെ തൽക്കാലം പി എന്ന് തന്നെ എഴുതിക്കോ. ശ്രദ്ധിച്ചിരിക്കുക. പി 15,000. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 ആണ്. 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ എമൗണ്ട് ഡബിൾ ആവും അല്ലേ. 4 വർഷം കഴിഞ്ഞപ്പോൾ ഡബിൾ ആവും. അപ്പോൾ ഫൈനൽ വാല്യൂ 2p എന്ന് എഴുതിക്കോട്ടെ. 15,000 2 ടൈംസ് എഴുതാം. 2 ടൈംസ് 15,000 ചെയ്യാം. ഞാൻ എഴുതാൻ എളുപ്പത്തിന് വേണ്ടി 2p എന്ന് എഴുതാണ്. അപ്പോൾ പ്രസന്റ് വാല്യൂ 15,000 ഞാൻ p എന്ന് എഴുതുന്നുള്ളൂ. 4 വർഷം കഴിഞ്ഞപ്പോൾ 2p ആയി മാറി അല്ലേ. ബിക്കംസ് ഡബിൾ ആഫ്റ്റർ 4 years. അപ്പോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 years. r എന്താണെന്ന് അറിയില്ല, തന്നിട്ടില്ല. r ആയിട്ട് തന്നെ എടുത്തോട്ടെ. ഫൈനൽ വാല്യൂ കാണാനുള്ള ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് p ഇൻറ്റു 1 പ്ലസ് r/100 റേസ് ടു n. n 4 ആണല്ലോ. ഫൈനൽ എമൗണ്ട് 2p ആണല്ലോ. ഫൈനൽ എമൗണ്ട് ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് r/100 റേസ് ടു n ആണ്. n 4 ആണ്. p നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം അല്ലേ. p വെട്ടിക്കളയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. 1 പ്ലസ് r/100 റേസ് ടു 4 എന്താണ്? 2 ആണ്. നമുക്കത് ആവശ്യം വരും പിന്നീട്. അതവിടെ ഇരിക്കട്ടെ. ഇതിന് 6 സോൾവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഹൗ മച്ച് വിൽ ഇറ്റ് ബി ആഫ്റ്റർ 16 years? 16 years കഴിഞ്ഞാൽ എത്രയായി മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് 16 എത്രയാണ്? 16 years കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഫൈനൽ എമൗണ്ട്, ഇനീഷ്യൽ എമൗണ്ട് പി തന്നെയാണ് കേട്ടോ. പി ഇൻറ്റു 1 പ്ലസ് r/100 റേസ് ടു 16. ഇനീഷ്യൽ എമൗണ്ട് പി തന്നെയാണ്, അതായത് 15,000. 16 years കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും അല്ലേ. റേറ്റ് r/100 തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞാൽ 15,000 ആണ്. 1 പ്ലസ് r/100 റേസ് ടു 16 r എന്താണെന്ന് അറിയില്ല. ഞാൻ ഒരു കാര്യം ചെയ്തേക്കട്ടെ. 1 പ്ലസ് r/100 റേസ് ടു 16 അല്ലേ. നമുക്കിതിനാ 1 പ്ലസ് r/100 റേസ് ടു 4 അങ്ങനെ ആക്കിയാലോ. ശരി തന്നെയല്ലേ. പഠിച്ചിട്ടില്ലേ നിങ്ങൾ? റേസ് ടു 4 എഗെയിൻ റേസ് ടു 4 വന്നാൽ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ 4 ഇൻറ്റു 4 16 തന്നെ വരുന്നുണ്ട്. ശരിയല്ലേ. അപ്പോൾ 1 പ്ലസ് r/100 റേസ് ടു 4 അല്ലേ. അപ്പോൾ ഇത് 15,000 ഇൻറ്റു 1 പ്ലസ് r/100 റേസ് ടു 4. അതെത്രയാ? 1 പ്ലസ് r/100 റേസ് ടു 4 2 ആണെന്ന് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 1 പ്ലസ് r/100 റേസ് ടു 4 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്നിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് 2 കൊടുക്കാം. 2 റേസ് ടു 4. ഇത് 2 ആണ്, പക്ഷെ പുറത്തൊരു 4 ഉണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഡിസ്കസ് ചെയ്യണില്ല. കാൽക്കുലേഷൻ ഞാൻ പറയണില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാൻ പറയാം.
2⁴ 16 ആണല്ലോ അല്ലേ. 16 into 1500 ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 292,000 ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. സോ നിങ്ങൾക്ക് മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. ഓപ്ഷൻ ഡി ആൻസർ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. A sum becomes ₹5300 in 3 years at 6% per annum compound interest. Okay, the simple interest at 7% per annum 4 years on the same amount will be. ഇത് അഫ്കാറ്റ് 2018 ആണ്. അഫ്കാറ്റ് 2018 ആണ്. ഇതെങ്ങനെ ചെയ്യും? A sum becomes 5300 in 3 years at 6% per annum compound interest. The simple interest at 7% per annum for 4 years on the same amount will be. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ ഇവിടെ സം എന്താണെന്ന് അറിയില്ല അല്ലേ. സം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. A sum becomes 3 years കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് അല്ലേ. അപ്പോൾ സമ്മ് നമുക്ക് വല്ല എന്തെങ്കിലും പേര് പറയാം. എ സം എന്ന് പറഞ്ഞാൽ പി ആണെന്ന് വിചാരിക്കുക. പി ഇനീഷ്യൽ എമൗണ്ട് പി ആണെന്ന് അസ്യൂം ചെയ്യാമല്ലോ. 3 വർഷം 6 year per 6% അല്ലേ. 1 + 6/100 raised to 3. ഇത് എത്രയാണ്? 5300. ശരിയല്ലേ നോക്കിയേ. ഇനീഷ്യൽ എമൗണ്ട് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പി എന്ന് അസ്യൂം ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് 6 ആണ്. കോമ്പൗണ്ടഡ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ്. 3 years ആണ്. പി ഇൻറ്റു 1 + r/100 raised to 3 ബിക്കംസ് ആണ്. ഫൈനൽ എമൗണ്ട് ആണത്. കാൽക്കുലേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കാൽക്കുലേഷൻ. ഇത് അറിയാമല്ലോ ഇത് ചെയ്യാനായിട്ട്. 1.06 5300 ഡിവൈഡഡ് ബൈ ഇത് അങ്ങോട്ട് പോട്ടെ 1.06 ക്യൂബ്. കുറച്ച് കാൽക്കുലേഷൻ വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 5300 ഡിവൈഡ് ബൈ 1 + 6% എന്ന് പറഞ്ഞാൽ 0.06 അല്ലേ. 1.06 ക്യൂബ് എന്ന് കിട്ടും. എന്താണ് നമുക്ക് വേണ്ടത്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 7% per annum for 4 years at the same amount. ഇതാണല്ലോ നമ്മളെ എമൗണ്ട്. ഇതാണ് നമ്മളെ എമൗണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് വേണ്ടത് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് I = PNR. PNR/100 അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഫൈനൽ എമൗണ്ട് ചോദിച്ചിട്ടില്ല. ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. നമ്മളെ എമൗണ്ട് 5300 ബൈ 1.06 ക്യൂബാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് അല്ലേ. n 4 ആണ്. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7% ആണ് അല്ലേ. 7/100. നമ്മളടുത്ത് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ, ഫൈനൽ എമൗണ്ട് അല്ല. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 7% per annum for 4 years. PNR പി എന്ന് പറഞ്ഞാൽ ഇതാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 years. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/100. അപ്പോൾ ഇവിടെ ഞാൻ കാൽക്കുലേഷൻ പറയണില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. 1246 കിട്ടും ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ സം ഈസ് ലെൻഡ് ഫോർ 3 years on simple interest. Had he lent for 3% more, he would have more ₹66. Find the sum. ക്വസ്റ്റ്യൻ വല്ലത് മനസ്സിലായോ? പറഞ്ഞുതരാം. എ സമ്മ് എന്താണെന്ന് അറിയില്ല. ഇനീഷ്യൽ എമൗണ്ട് പി ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനീഷ്യൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പി എന്ന് അസ്യൂം ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റോ അതും അറിയില്ല. റേറ്റ് ആണ്, അതും അറിയില്ല. അപ്പോൾ R% എന്ന് അസ്യൂം ചെയ്യാം. ഈ R എന്നുള്ളത് R + 3% ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ. ഈ ഇൻട്രസ്റ്റ് റേറ്റ് R ആണ് ഒറിജിനലി. അത് R + 3% ആക്കിയിരുന്നെങ്കിൽ he would have earned more ₹66 എക്സ്ട്രാ ഇൻട്രസ്റ്റ് കിട്ടും. നേരത്തെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റിനേക്കാളും 66 എക്സ്ട്രാ കിട്ടും അല്ലേ. അപ്പോൾ ഇനീഷ്യൽ നമ്മൾ പഴയ റേറ്റ് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് I1 എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കാം. R% പ്രകാരം ഉള്ള ഇൻട്രസ്റ്റ് എത്ര വർഷമാണ്? 3 വർഷം അല്ലേ. PNR അല്ലേ ഫോർമുല. P × n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. R എന്ന് പറഞ്ഞാൽ 6 തന്നെ, R/100.
അപ്പോൾ 6% പ്രകാരം ഉള്ള ഇൻട്രസ്റ്റ് 3 years ആണ്. P × 3 × R/100 ആണ്. ഇനി ഇൻട്രസ്റ്റ് 2 ഹാഡ് ഹി അല്ലേ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ R+3 അല്ലേ, നേരത്തെ 6 ആണ്, R+3 ആക്കിയിരുന്നെങ്കിൽ അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? P × 3 × R+3/100 ആകുമായിരുന്നു അല്ലേ. ശരിയാണല്ലോ, ഇതാണ് പുതിയ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ രണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് 66 ആണ്. I2 - I1 ഒന്ന് ചെയ്ത് നോക്കിയാലോ. I2 - I1 എന്ന് പറഞ്ഞാൽ അത് 3P അല്ലേ, ഇവിടെ എഴുതട്ടെ, 3P × R+3/100 -3P × R/100. ഇതാണ് ഡിഫറൻസ്, ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ. അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, P/100 അല്ല 3P/100 തൽക്കാലം കോമൺ ആയിട്ട് എടുക്കുക. പിന്നെയും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത് നമുക്ക് അതിന് ശേഷം നോക്കാം. നോക്ക് നിങ്ങൾ, 3P രണ്ടിലും കോമൺ ആണ്, 3P രണ്ടിലും കോമൺ ആണ്, /100 കോമൺ ആണ്. നമുക്ക് ആദ്യം തൽക്കാലം 3P/100 കോമൺ ആയിട്ട് എടുത്താലോ. ഇവിടെ ഒരു R+3 ബാക്കിയുണ്ട്, ഇവിടെയോ ഇവിടെ ഒരു 6 ബാക്കിയുണ്ട്. എപ്പോഴും കോമൺ ഫാക്ടർ പുറത്തോട്ട് എടുക്കാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ 3P/100 കോമൺ ആയതുകൊണ്ട് പുറത്തോട്ട് എടുത്തു, R+3/- 6 വെട്ടിപ്പോയി. അപ്പോൾ 3P × 3 എന്ന് പറഞ്ഞാൽ 9P/100 വരും അല്ലേ. 9P/100 ആണ് വരുന്നത്. അതാണ് 66 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതാണ് ക്വസ്റ്റ്യൻ ലെവൽ 66 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് P എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 9/100 റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ മതി. 900 റൈറ്റ് സൈഡിലോട്ട് പോയാൽ 66 × 100 / 9 കിട്ടും. ശരിയല്ലേ? ഇത് വെട്ടി ചെറുതാക്കി ചെയ്താൽ മതി. മുകളിലും താഴെ 3 കൊണ്ട് കട്ട് ചെയ്യും, 22 അല്ലേ. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. ശരി തന്നെയല്ലെന്ന് നോക്കിയാൽ 3 അതെ കറക്റ്റാണ്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയ 733 കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. സോ ദ ഇനീഷ്യൽ എമൗണ്ട് വിൽ ബി 733. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് അഫ്കാറ്റ് 2016 ആണ്. അഫ്കാറ്റ് 2016 ആണ്. How long will it take for a sum of money invested at 5% per annum at simple interest to increase its value by 40%? അത്ര ടഫ് ഒന്നുമല്ല, കാരണം ഈ മോഡൽ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതാണ്. ഇനീഷ്യൽ എമൗണ്ട് P ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനീഷ്യൽ എമൗണ്ട് P ആണ്. ഫൈനൽ എമൗണ്ടോ? ഫൈനൽ എമൗണ്ട് P എന്നുള്ളത് 40% ഇൻക്രീസ് ചെയ്താൽ, നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. P എന്ന് പറഞ്ഞ എമൗണ്ട് 40% കൂടുന്നു. അപ്പോൾ ഫൈനൽ എമൗണ്ട് വിൽ ബി P × 1 + 40/100 ആണ്. നമ്മളത് പെർസെൻറ്റേജിൽ പഠിച്ച ഫോർമുലയാണ്. ഒരു ക്വാണ്ടിറ്റി 6% കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ എമൗണ്ട് എന്താണ്? അത് × 1 + R/100 ആണ്. ഇവിടെ P എന്ന് പറഞ്ഞ എമൗണ്ട് 40% കൂടി. വാട്ട് ഇസ് എ ന്യൂ എമൗണ്ട്? P × 1 + R/100. P × 1 + 40/100. കാൽക്കുലേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചെയ്ത് നോക്കണേ. 1.4 P കിട്ടും. 1 + 0.4 അല്ലേ. 1.4 P ആണ് ഫൈനൽ വാല്യൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇയർ എത്രയാണ്? ഇയർ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് R%. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ? അതെ, ശരിയാണല്ലോ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം 5% ആണ് ആനുവൽ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ എമൗണ്ട് 1.4 P കിട്ടണം. P ആണ് ഇനീഷ്യലി ഇട്ട എമൗണ്ട്. 1.4 Pയിലോട്ട് എത്തണമെങ്കിൽ എത്ര വർഷം കഴിയണം? ഹൗ മെനി ഇയേഴ്സ്? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഫൈനൽ വാല്യൂ കാണാനുള്ള ഫോർമുല, ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല P × 1 + NR/100. അങ്ങനെയല്ലേ ഫോർമുല വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല P × 1 + NR/100. ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ PNR. P വെട്ടിക്കളയുക. 1.4 = 1 + N എന്ന് പറഞ്ഞാൽ അറിയില്ല. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് അല്ലെ, 5/100. അപ്പോൾ ഈ 1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 0.4 ആവും അല്ലേ. ഈ 1 അങ്ങോട്ട് പോയപ്പോൾ 0.4 ആവും. N എന്താണെന്ന് അറിയില്ല. 5/100 വെട്ടി ചെറുതാക്കുമ്പോൾ 20 വരും താഴെ. ഇനി അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ സിമ്പിൾ കാൽക്കുലേഷൻസ് അറിയാമല്ലോ. 20 അങ്ങോട്ട് പോകുമ്പോൾ 20 × 0.4 എത്ര വരും? 8 years.
n = 8 കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ?